ഇന്നലെയും ഇന്നുമായി രാജ്യതലസ്ഥാനമായ ഡൽഹി പ്രതിഷേധങ്ങൾ കൊണ്ട് ആളിക്കത്തുകയാണ്. വെറും പാറ്റ പാർട്ടി എന്ന് കളിയാക്കിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി വലിയ രീതിയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അത് ഡൽഹി പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒരു CJP പ്രവർത്തകനെ. പക്ഷെ അയാൾ ഡൽഹി പോലീസിനോട് പറയുന്നത് മുജെ മാരോ സർ എന്നാണ്. എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയൊക്കെ അടിച്ചടിച്ചോടിച്ചാലും അവർ വീണ്ടും കൂട്ടമായി എത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു പാറ്റവേട്ട തന്നെ നടത്തുകയാണെന്ന് പറയേണ്ടി വരും. ഇന്നലെ ഗ്രനേഡ് ഉപയോഗിക്കുന്നു, തുടർച്ചയായി ലാത്തി ചാർജ് നടത്തുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധം അടിച്ചമർത്താനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ ഇന്ന് അതിന് വലിയൊരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ മുൻനിരയിലേക്ക് കോൺഗ്രസ് കൂടി വന്നു ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ MP-മാരൊക്കെ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അതിൽ പല MP-മാരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് കൂടി മുന്നിലെത്തിയതോടുകൂടി എന്താണ് ഈ സമരത്തിന്റെ രീതി മാറാൻ പോവുകയാണോ? കേന്ദ്ര സർക്കാരിന് ഈ പാറ്റകളുടെ മുന്നിൽ മുട്ടുപറയ്ക്കുകയാണോ? ഒരു നടപടിയിലേക്ക് കേന്ദ്രത്തിന് കടക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ദാവൂദ് സാറിന് എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ സമരം കോൺഗ്രസ് ഹൈജാക്ക് പോലെയാണോ തോന്നുന്നത്? ഹൈജാക്ക് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? അതോ പാറ്റകളുടെ സമരം കൂടുതൽ ശക്തിയാർജിക്കുമോ? അല്ല, ഹൈജാക്ക് ചെയ്യാവുന്ന വാക്കിന് അർത്ഥമില്ല. സമരം ജനാധിപത്യത്തിൽ സമരം ആർക്കും ചെയ്യാൻ അവകാശമുണ്ട്. ഞങ്ങൾ മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഈ പെർട്ടിക്കുലർ ഇഷ്യൂവിൽ CJP ആണ് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. ഇപ്പോൾ CJP രംഗത്ത് വരുന്നില്ല. CJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് അവർ പേരിട്ടിട്ടുണ്ടെങ്കിലും അതൊരു കൈൻഡ് ഓഫ് ഫോർമേഷനാണ്, ഒരു ഓൺലൈൻ ഫോർമേഷനാണ്. അങ്ങനെ സംഗതി ഒരു ഡിജിറ്റൽ സ്പേസിൽ സംഭവിക്കുന്നു. അത് അവരുടെ ഒരുപക്ഷെ ആദ്യത്തെ ഒരു ഓഫ്ലൈൻ ആക്ടിവിറ്റി ആയിരുന്നു ഈ പറയുന്ന ഡൽഹി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അതിന് സ്വാഭാവികമായിട്ടും വലിയ തോതിലൊരു ട്രാക്ഷൻ ലഭിക്കുന്നു. ആളുകളോട് എത്തിച്ചേരും. ഇന്നലെ അത് വലിയൊരു രീതിയിൽ അത് ഡെവലപ്പാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ CPM-ൻ്റെയും SFIയുടെ പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. DYFIയുടെ നേതാക്കന്മാർ ഈ സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്. എന്നാൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ 2014 ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. നരേന്ദ്രമോദി ഇങ്ങനെ സർവ്വപ്രതാപിയായിട്ട് അധികാരത്തിൽ വാഴുന്നു എന്ന് മാത്രമല്ല, അത് വലിയ തോതിലുള്ള സയലൻസ് രാജ്യത്തുണ്ടായിരുന്നു. സയലൻസ് എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള ഭരണകൂട ഭാഷ്യത്തിന് പുറത്തുള്ള ഒരു സംസാരമോ ഒരു ശബ്ദമോ ഒരു ഡിസന്റ് വോയിസ് ഒന്നും എവിടെയും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളൊന്നാണ് സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ നമുക്കറിയാം ഏതെങ്കിലും നിലക്കുള്ളൊരു പ്രതിപക്ഷ സ്വരം പ്രകടിപ്പിക്കുന്ന ഉയർത്തുക മാധ്യമങ്ങളാണ്. പക്ഷേ മാധ്യമങ്ങൾ ഒന്നൊന്നായി ഈ ഭരണപക്ഷത്തേക്ക് മാറുന്നു. ഗോദി മീഡിയ എന്നൊരു പ്രയോഗം തന്നെ, ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ ലാബ് മീഡിയ, മടിത്തട്ട് മീഡിയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം, അങ്ങനെ പ്രയോഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ രൂപപ്പെടുന്നതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് രണ്ട് നിലക്കുണ്ട്. ഈ മാധ്യമങ്ങളുടെ സ്റ്റേക്ക്, അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ തന്നെ മാറ്റം വരുന്നു, മാനേജ്മെൻറ്റ് പാറ്റേണിൽ മാറ്റം വരുന്നു, കണ്ടന്റിൽ മാറ്റം വരുന്നു. ഇനി ഇതൊന്നുമില്ല, ഒരു മാനേജ്മെൻറ്റ് BJP-യുമായിട്ട് ഏതെങ്കിലും നിലക്ക് ബന്ധമില്ലാത്ത മാനേജ്മെൻ്റ് ആണെങ്കിൽ പോലും കൈൻഡ് ഓഫ് സെൽഫ് സെൻസർഷിപ്പ് എല്ലാവരും എടുക്കുന്നു. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള അതിൻ്റെയൊക്കെ തുടർച്ചയിൽ തന്നെ മീഡിയയാണ് നിരോധിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനൽ, ഒരു റണ്ണിങ് ടെലിവിഷൻ ചാനൽ ഓൺ എയർ ഉണ്ടായിരിക്കാൻ നിരോധിക്കപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള മൗനം എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥിതിയായിരുന്നു. അതിനെ ഭേദിക്കുവാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല, പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ആ സമയത്ത് ശ്രദ്ധിക്കണം, 2014 ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു ഇതുപോലും ഉണ്ട്, ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. 2014 ഉണ്ടായിരുന്നില്ല, അതിനുശേഷം 2019 ഉണ്ടായിരുന്നില്ല, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ള ഒരു സെനാരിയോ ആയിരുന്നു. മാധ്യമങ്ങൾ അങ്ങനെ, ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോടതി പോലും മിക്ക സന്ദർഭങ്ങളിലും ഭരണകൂടത്തിന് അനുകൂലമായി, ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ട വിധികൾ നിരന്തരം, വളരെ ക്രിട്ടിക്കലായ കേസുകളിൽ പോലും നിരന്തരം കോടതികളിൽ വരുന്നു. അങ്ങനത്തെ ഒരു സവിശേഷമായൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും നിലക്ക് വിള്ളലേൽപ്പിക്കുവാൻ, പ്രഹരമേൽപ്പിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ മൗനത്തിൻ്റെ എന്താ പറയുക, ഇരുമ്പ് മറയുണ്ടല്ലോ, അതിനകത്തുള്ള ചെറിയ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇവൻ്റായിരുന്നു രോഹിത് വെമുല പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. രോഹിത് വെമുല പ്രൊട്ടസ്റ്റ് BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തലവേദന തന്നെയായിരുന്നു. കാരണം അത് ഹിന്ദു ജനവിഭാഗത്തിലുള്ള
ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗം അവരുടെ ഒരു ആസ്പിറേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രൊട്ടസ്റ്റ്, അവരുടെ ഒരു ഡിസൻ്റാണ് അതിൽ പ്രധാനപ്പെട്ടമായത്. പക്ഷേ അതിനെ വളരെ പെട്ടെന്ന് ഈ എന്താണ് വിഘടനവാദത്തിന് അതിന് സപ്പോർട്ടീവായിക്കൊണ്ട് ജെഎൻയുവിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അതെന്തോ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നു. തുക്കടെ തുക്കടെ ഗാങ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്രയോഗം രൂപപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ അതിനെ എളുപ്പത്തിൽ അടിച്ചൊതുക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമായുള്ള ഉമർ ഖാലിദ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയവും ജയിലിനകത്താണ്. പിന്നെ വരുന്നത് ഈ CA ആൻറ്റി CA പ്രൊട്ടസ്റ്റാണ്. ആൻറ്റി CA പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരുവിൽ ആളുകൾ ഇറങ്ങിയൊരു പ്രൊട്ടസ്റ്റായിരുന്നു അത്. ആ നിലക്ക് മാധ്യമങ്ങൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ എമ്പാടും എല്ലാ നഗരങ്ങളിലും 10,000-കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങി. പക്ഷേ അതിൽ പങ്കെടുക്കുന്നവരുടെ വസ്ത്രം നോക്കിയാലും മനസ്സിലാവുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യാൻ, ചാപ്പയടിച്ച് തകർക്കാൻ സാധിക്കുന്നൊരു പ്രൊട്ടസ്റ്റായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി കലാപം നടക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റിനെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അതിന് ശേഷം കോവിഡ് വരുന്നു. അത് സ്വാഭാവിക മരണത്തിലേക്ക് പ്രൊട്ടസ്റ്റ് പോകുന്നു. ഭരണകൂടത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പിടിച്ചുലച്ചൊരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് കർഷക പ്രക്ഷോഭമാണ്. കർഷക പ്രക്ഷോഭം ഈ പറയുന്ന പോലെ ജിഹാദി ചാപ്പ അതിന് എളുപ്പം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതിനും അങ്ങനെ കൊടുത്തു. ഇത് ഖലിസ്ഥാനികളാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. നോക്കൂ, ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഹൈവേകൾ, സർക്കാർ തന്നെ ഉണ്ടാക്കിയ ഹൈവേ ഈ എർത്ത് മൂവേഴ്സ്, എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് മാന്തി വലിയ കിടങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് എവിടെ ഉണ്ടാവുക? വലിയ വലിയ സിമെൻറ്റ് ബ്ലോക്കുകൾ കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുക, ഹൈവേ തകർക്കുക, സർക്കാർ തന്നെ ഹൈവേ തകർക്കുക, ഹൈവേയിൽ കിടങ്ങുകൾ കീറുക. ആ നിലക്ക് ആ സമരത്തെ, അപ്പോൾ സമരം പൊളിക്കാൻ എന്ത് വഴിയും സ്വീകരിക്കും. ഇതൊക്കെ ഇസ്രായേലിൽ സ്വീകരിക്കുന്നത്. ഈ ഹൈവേ തകർത്തുകൊണ്ടുള്ള ബുൾഡോസറുകൾ പോകുന്ന ചിത്രം നമുക്ക് ഇസ്രായേലിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ നിലക്ക് അത് സമരത്തെ പക്ഷേ അത് പിൻവാങ്ങിയില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് ഈ സിഖ് സമരവീര്യം അതിനകത്തുണ്ട്. പിന്നെ ഹരിയാനയും പഞ്ചാബും ഒക്കെ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അത്ര എളുപ്പമായില്ല. അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു, സർക്കാരിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നെയും നമ്മൾ കാണുന്നത് ദീർഘമായ മൗനമാണ്. ഇതൊക്കെ ശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായി. ആ അപ്രതീക്ഷിതമായ തിരിച്ചടി ആക്ച്വലി കോൺഗ്രസ്സിന്, പ്രതിപക്ഷത്തിന് വലിയ എനർജി നൽകേണ്ട ഒരു സംഗതിയായിരുന്നു. പക്ഷേ ആ നിലയിലുള്ളൊരു മുന്നേറ്റം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള ഒരു തെരുവ് സാന്നിധ്യം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ രാഹുൽ ഗാന്ധി വരുന്നു, കുറച്ച് ഡയലോഗുകൾ അടിക്കുന്നു, പിൻവാങ്ങുന്നു. ആ നിലക്കുള്ള ഒരു കളിയാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് പ്രസൻസ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് ഈ CJP രൂപപ്പെടുന്നത്. CJP രൂപപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യമായിരിക്കും. പക്ഷേ അവർ വരുന്നു, അവർ തെരുവിലേക്ക് വരുന്നു. അപ്പോൾ അത് കോൺഗ്രസ്സിന് എനർജി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് ഇന്നത്തെ സമരത്തെ അതിനാണ് കാണേണ്ടത്. അത് അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു സമരം നടക്കുമെന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിന് പോലും പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു സർപ്രൈസ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്ന സ്വഭാവത്തിലുള്ള ഒരു സമരമാണ്. അത് ഒരു വലിയ മുന്നേറ്റമായിട്ട് പോകാനുള്ള ദിവസങ്ങളാണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഞാൻ കാണുന്നത് ഏതോ നിലക്കുള്ള ഈ ഇരുമ്പ് മറ, ഈ മൗനത്തിൻ്റെ വലിയൊരു മതിലുണ്ടല്ലോ, അതിനകത്ത് ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ്. നോക്കൂ, ഈ 12 വർഷത്തിനിടയിൽ ഒരു തവണ പോലും പത്രസമ്മേളനം നടത്താത്ത ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിലാണ്. ഇന്നിപ്പോൾ ഈ സമരം നടക്കുമ്പോൾ ഞാൻ ഇത് നോക്കുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ ചാനലുകളെല്ലാം ലൈവായി കൊടുക്കുന്നുണ്ട്. ഹിന്ദി ചാനലുകൾ എന്താണ് ചെയ്യുന്നത് നോക്കുമായിരുന്നു. അത്ഭുതകരമായ കാര്യം എല്ലാവരും കൊടുക്കുന്നുണ്ട് ലൈവായിട്ട്. ആഴ്ചത്തൊക്കെ മൾട്ടി വിൻഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അസാധാരണമല്ല. പക്ഷേ റിപ്പബ്ലിക് TV നോക്കി, റിപ്പബ്ലിക് TVയിൽ എന്താണ് മേലെ കൊടുക്കുന്ന ഹാഷ്ടാഗ് എന്താ അറിയോ? CJP ഗൂൺസ്. CJP ഗൂൺസ് ഒരു ഹാഷ്ടാഗ്. രണ്ടാമത് ടുക്ഡേ ഗാങ് എക്സ്പോസ്ഡ്. ഹൗ ഡിഡ് അമേരിക്ക നോ അബൌട്ട് ദ റൈറ്റ്? ഇതൊക്കെയാണ് ഇതിൽ മേലെ ടോപ്പ് ബാൻഡിൽ എഴുതി കാണിച്ചിരിക്കുകയാണ്. പക്ഷേ CJP ഗൂൺസുള്ള ഹാഷ്ടാഗ് അങ്ങനെ അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ഫ്ലിപ്പ് ചെയ്ത് വരികയാണ്. നേപ്പാൾ മോഡൽ റെജീം ചേഞ്ച് ഇൻഡൻറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാചകങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ CJP ഗൂൺസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഹാഷ്ടാഗായിട്ട് ഫുൾ ടൈം സ്ക്രീനുള്ളത്. അങ്ങനെയാണ് അവരതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ മറ്റ് ഹിന്ദി ചാനലുകളൊക്കെ റിപ്പോർട്ടർമാരുടെ ടൊണാലിറ്റിയിലൊക്കെ ഭയങ്കര കൗതുകങ്ങളുണ്ടെങ്കിലും ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നു എന്ന കാര്യം ഡൽഹിയിലെ ഈ പറയുന്ന ചാനൽ അറിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്കൊരു ഒരു ചെറിയൊരു അനക്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിൽ ഞാൻ തന്നെ പ്രതീക്ഷയോടെ കാണാം. ശരി, അജംസിന് എന്ത് തോന്നുന്നു? എന്താകും ഈ സമരങ്ങളുടെ അവസാനം? ഈ പാറ്റകൾക്ക് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ പറ്റുമോ? ശരിക്കും ഈ സമരം എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആരാണ് ഈ പാറ്റകൾ എന്ന് അറിയണം. അത് വേണമല്ലോ. ആരാണ് ഈ ഓൺലൈനിൽ മില്യൺ കണക്കിന് ആളുകൾ അഭിജിത്ത് ദീപ്കയും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും പിന്തുടരുന്ന ആരാണ്?
അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്, ആരാണിവർ, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഇപ്പോൾ ദാവ്സാബി നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 12 വർഷം നടന്ന സമരങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദളിത് പ്രൊട്ടസ്റ്റാണ് നടന്നത്. ദളിത് പ്രൊട്ടസ്റ്റ് വളരെ ഈസി ആയിട്ട് ഭരണകൂടത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മാവോയിസ്റ്റ് ചാപ്പ അടിച്ചാൽ മതി, അർബൻ നക്സൽ എന്ന് വിളിച്ചാൽ മതി, അവരെ ഈസി ആയിട്ട് നമുക്ക് അടിച്ചമർത്താൻ പറ്റും. കർഷക സമരത്തെ ഖലിസ്ഥാനിൽ നിന്ന് വിളിച്ചാൽ മതി, CA പ്രൊട്ടസ്റ്റേഴ്സിനെ മറ്റേ പേര് വിളിച്ചാൽ മതി. അപ്പോൾ ഈ ഉണ്ടായ 3 പ്രൊട്ടസ്റ്റുകളെയും കോർണർ ചെയ്യാൻ സർക്കാരിന് എളുപ്പമായിരുന്നു. പക്ഷേ ഈ സമരം അങ്ങനെയല്ല. ഈ സമരം അഗ്നിവീർ സമരം പോലെയാണ്. അഗ്നിവീർ എന്നൊരു സമരം ഉണ്ടായിരുന്നു. ആ സമരം രൂപം കൊണ്ടത് BJPയുടെ വോട്ട് ബേസിൽ നിന്നാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അഗ്നിവീർ സമരം നടത്തിയത്. നമുക്കറിയാം, അഗ്നിവീർ സമയത്ത് ട്രെയിനുകൾ കത്തിക്കുന്ന സംഭവം ഉണ്ടായി. ട്രെയിനുകൾ കത്തിക്കുന്നു, വലിയ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, അത് പ്രൊട്ടസ്റ്റ് റയട്ടായിരുന്നു. സർക്കാർ താഴേക്ക് ഇറങ്ങി വന്ന് സമരക്കാരുമായി ചർച്ച നടത്തി. ആ ചർച്ചകളിലേക്ക് ദൃശ്യങ്ങൾ കാണണം. ഇപ്പോൾ ഇവിടെ കുട്ടികളെ തല്ലുമ്പോലെയല്ല അന്ന് ചെയ്തത്. അന്ന് വലിയ കമ്മീഷണർമാരും DGPമാരൊക്കെ വന്നിട്ട് ബേട്ട എന്ന് വിളിച്ച് തോളത്ത് കേട്ടിട്ടാണ് സംസാരിച്ചത്. ആ സമരം ഒതുക്കി കളഞ്ഞു. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊട്ടസ്റ്റ് ആരാണ് നടത്തുന്നതെന്നും ഭരണകൂടത്തിനും മനസ്സിലായിട്ടില്ല, വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അഭിജിത്ത് ദീപ്കയായിട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് ലോണ്ടറി അഭിമുഖം നടത്തുന്നുണ്ട്. അപ്പോൾ അഭിമുഖത്തിൽ ന്യൂസ് ലോണ്ടറി അവരോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ശരിക്കും നിങ്ങളുടെ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നത് പ്രധാനമായും ഇന്ത്യയിൽ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്ന ചെറുപ്പക്കാരാണ്. ഇന്ത്യയിലൊരു ഭാവി കാണുന്നില്ല ഈ ചെറുപ്പക്കാർ, അവരാണിത് ഉള്ളത്. അഭിജിത്ത് ദീപ്ക കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാത്തിലും സുഹൃത്തുക്കളുണ്ട്. എനിക്ക് BJPക്കാരും സുഹൃത്തുക്കളുണ്ട്. BJPക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ നിരന്തരം തർക്കിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ സൈലൻ്റായി. ഇപ്പോൾ എൻ്റെ BJPക്കാരായ സുഹൃത്തുക്കളൊന്നും ഞങ്ങളൊക്കെ നിൻ്റെ ട്വിറ്റർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, CJP ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അർബൻ മിഡിൽ ക്ലാസ് ഫിനോമിനനാണ്. ഈ അർബൻ മിഡിൽ ക്ലാസ് ഫിനോമിനൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് 2012 നിർഭയ സംഭവത്തിലാണ്. അന്ന് നമുക്കറിയാം, രാഷ്ട്രപതി ഭവൻ്റെ അടുത്ത് വരെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് എത്തി. അത് ഡൽഹിയിൽ ആ സമരം ചെയ്ത ആളുകൾ നമുക്കറിയാം, അതേ ആളുകളുടെ ഒരുപക്ഷെ അവരുടെ മക്കളോ അവരുടെ അനിയന്മാരൊക്കെ ആയിരിക്കും ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ BJP വോട്ട് ബേസിൽ നിന്നുള്ള പ്രൊട്ടസ്റ്റാണ്. BJPയെ പിന്തുണയ്ക്കുന്നത് ഇവർക്ക് BJPയോട് മറ്റ് ഒരു കാര്യത്തിൽ അവർക്ക് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് നടന്നിട്ടുള്ള ലിഞ്ചിങ്, ഈ പറയുന്ന ബുൾഡോസർ രാജ്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങൾ, മണിപ്പൂർ കലാപം, ഇതിലൊന്നും ഈ പ്രൊട്ടസ്റ്റേഴ്സിന് എന്തില്ല, അവർക്കതിൽ അഭിപ്രായമില്ല. അവരുടെ പ്രശ്നം എന്താണ്? ഈ നീറ്റാണ്. നീറ്റ് എന്തുകൊണ്ട് ഇവർക്ക് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയിലെ യുവാക്കൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യയിലൊരു ഭാവിയില്ല എന്നുള്ളത് ഏറെക്കുറെ ജെൻസി അംഗീകരിച്ച കാര്യമാണ്. ഇന്ത്യയിലൊരു ജോലി ചെയ്ത് ജീവിക്കുക, കാരണം പ്രൈവറ്റ് സെക്ടർ ആപ്പാടെ തകർന്നിട്ടുണ്ട് കഴിഞ്ഞ 12 വർഷം കൊണ്ട്. ഒരു തരത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നോട്ട് നിരോധനം വഴി ഉണ്ടായിട്ട് MSMEകൾ വാനിഷായിപ്പോയി, യഥാർത്ഥത്തിൽ വാനിഷായിപ്പോയി. മോദിജി എപ്പോഴും പറയും, ഞങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പുകളെന്ന് പറയുമ്പോൾ രാജ്യത്തെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന, എക്കണോമിക് സെക്ടറിനെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന MSMEകൾ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഒരു തരത്തിലുള്ള ഭാവിയും ഇന്ത്യയിൽ കാണാൻ കഴിയാത്ത യുവാക്കൾക്ക് ആകെയുള്ള പിടിവള്ളി എന്താണ്? നീറ്റ് എക്സാം എഴുതുക, അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷനിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. അത് നീറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാവുന്ന, നീറ്റ് എന്നുള്ള വാക്കറിയാവുന്ന എത്ര ആളുകൾ ഇന്ത്യയിൽ ഉണ്ടാവും? 140 കോടി ജനങ്ങളിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു BJP MP-യുടെ ഒരു ബൈറ്റ് ANI കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയാം, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, നീറ്റ് അക്ബാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നീറ്റ് പേപ്പർ ലീക്ക് എന്നുള്ള വാക്ക് അദ്ദേഹം എവിടെ വായിച്ചിട്ടുണ്ട്. പുള്ളി പറയുകയാണ്, ഈ നീറ്റ് അക്ബാർ ലീക്കാക്കിയവന്മാരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അതായത് പ്രൊട്ടസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് അദ്ദേഹം സംസാരിക്കുക. അതായത് നീറ്റ് എന്ന് പറയുന്നത് ഒരു പത്രമാണെന്നാണ് സാധു മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു BJP MP ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു BJP MPക്ക് പോലും നീറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ നീറ്റ് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാരാണ്? ഇന്ത്യയിലെ അർബൻ മിഡിൽ ക്ലാസ്, അത്യാവശ്യം എന്താണ്, കുറഞ്ഞത് 50,000 രൂപയെങ്കിലും വീട്ടിലേക്ക് കിട്ടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഈ എക്സാം എഴുതാൻ പോകുന്നത്. അവരുടെ പ്രശ്നമാണിത്. അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇനി ഭാവിയില്ല. അല്ലാത്തവർക്ക് അവരാ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഈ പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് BJP വോട്ട് ബാങ്ക് തന്നെയാണ്. അവരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരാൾ വന്നിട്ട് ഈ പ്രൊട്ടസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. ഗുജറാത്തിയാണ് അയാളുടെ മകൻ സൂയിസൈഡ് ചെയ്തു നീറ്റ് ലീക്കിനെ തുടർന്ന്. അയാളൊക്കെ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അദ്ദേഹം വന്നിട്ട് എൻ്റെ കുഞ്ഞ് പോയി, അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുള്ള, കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആളുടെ പേരൻസ് വന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇവർക്ക് ആർക്കും മോദിജിയോടോ അമിത്ഷാജിയോടോ BJPയോടോ RSSനോടോ ഒന്നും ഒരു പ്രശ്നമില്ല. അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ ഭാവിയിലടയുകയാണ്. അപ്പോൾ ഇത് ഒരു സൂചനയാണ്, എന്താണ്, ഒരു ടോക്കണാണ്. ഈ സമരത്തെ യഥാർത്ഥത്തിൽ ഇവർക്ക് അമിത്ഷായ്ക്കും മോദിക്കും
ഈ സമരം ഏത് ദിശയിൽ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് നേരത്തെ മനസ്സിലായിരുന്നില്ല, ഒരു പക്ഷേ ഇവരതിനെ നേരത്തെ തന്നെ ഡിഫ്യൂസ് ചെയ്തേനെ. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട സംഭവങ്ങൾ, ഈ ലാത്തി ചാർജ്, ആളുകൾ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുകയാണ്. ആ ലാത്തി ചാർജ് ചെയ്യാൻ വന്ന് നിൽക്കുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നാണ് പേരെങ്കിലും ഒരു ബാഡ്ജ് ഒരാൾക്കില്ല. താടി വെച്ച പോലീസുകാരൊക്കെ ഉണ്ട് അതിൽ, കയ്യിൽ ചരട് കെട്ടി താടി വെച്ച പോലും ഒറ്റ ഓട്ടത്തിന് മിത്രമാണെന്ന് മനസ്സിലാവും. പോലീസ് യൂണിഫോമിൽ നാളെ തല്ലുക മാത്രമല്ല, പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്ടിൽ ലാത്തി വെച്ച് കുത്തുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് വിഷ്വൽസ് വന്നിട്ടുണ്ട്. രണ്ട് പരസ്പരം നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, മോദിജിയുടെ പോലീസ് അല്ലെങ്കിൽ ഡൽഹി പോലീസ് കർഷക സമരക്കാരെയോ CAA പ്രൊട്ടസ്റ്റേഴ്സിനെയോ രോഹിത് വെമുലയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയവരെ തല്ലും പോലെയല്ല ഇവരെ തല്ലുന്നത്. ഈ തല്ലിന് പ്രശ്നമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണകൂടത്തെ വിഷമിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ മണിക്കൂറിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും MP-മാരും കേരള മുഖ്യമന്ത്രി DK ശിവകുമാർ, VD സതീശനൊക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ആദ്യമായി ഒരു പ്രതിപക്ഷ പ്രൊട്ടസ്റ്റിന് അനുനയിപ്പിക്കാൻ വേണ്ടി മന്ത്രി ജിതേന്ദ്ര സിംഗ് നേരിട്ട് പോയി രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം 12 വർഷത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒപ്പോസിഷൻ പ്രൊട്ടസ്റ്റ് സമൂഹത്തിലെത്തിക്കാൻ വേണ്ടി ഒരു മന്ത്രി വരിക പ്രധാനമന്ത്രിയുടെ ദൂതനായിട്ട്? ചിന്തിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ ഒന്ന് അദ്ദേഹം തിരിച്ചുപോയി. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ ദൃശ്യങ്ങൾ. അപ്പോൾ ഇന്നലെ അവിടെ മൊബൈൽ ക്യാമറയിൽ വെച്ചുകൊണ്ട് വിഷ്വലുകളൊന്നും പുറത്തു വന്നില്ല. ഇന്ന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത മുഴുവൻ വിഷ്വലുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയാണ്. ആ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ചെയ്യുന്നുണ്ട്. ആര് ചെയ്യുന്നുണ്ട്? IT മന്ത്രാലയം ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ട്വിറ്റർ കയറി നോക്കി, സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണ്? ഈ പ്രൊട്ടസ്റ്റ് അല്ലേ? 7ാം സ്ഥാനത്താണ്. അത് അവർ സപ്രസ് ചെയ്യുകയാണ്, അൽഗോരിതം വെച്ച് സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്നിട്ടും ഫ്ലഡ് ആയിരിക്കുകയാണ്, ഇൻസ്റ്റയിലൊക്കെ ഫ്ലഡ് ആയിരിക്കുകയാണ് വിഷ്വൽസ്. ഈ വിഷ്വൽസ് യഥാർത്ഥത്തിൽ മോദിയെ അപകടത്തിലാക്കും. കാരണം ഈ അടി കൊള്ളുന്ന കുട്ടികൾ താമരയ്ക്ക് കുത്തുന്ന കൈകളുടെ ഉള്ള ആൾക്കാരുടെ കുട്ടികളാണ്. അത് പൊറുക്കപ്പെടില്ല. അത് മോദി വിരുദ്ധ വികാരം ഉണ്ടാക്കും. BJPയോട് RSനോടുള്ള വിരോധമല്ല, മോദി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി എന്ന ഫീൽ വരും. ആ ഫീല് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് മോദിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഏത് വിധേനം തീർക്കാൻ വേണ്ടി മന്ത്രിമാർ ഇറങ്ങുന്നത്. രാഹുൽ ഗാന്ധിയോട് പോയി സമവായ ചർച്ച. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല മോദി ഭരണകൂടത്തിൽ രാഹുൽ ഗാന്ധിയോട് പോയിട്ട് ഒരു മന്ത്രി പോയിട്ട് സമരം നിർത്തണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതവരെ ഭയപ്പെടുന്നുണ്ട്. ഇതിനർത്ഥം ഇതുകൊണ്ട് നാളെ മോദി ഭയന്ന് മോദി രാജിവെക്കും, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു സൂചനയാണ്, ഒരു ടോക്കണാണ്. മാത്രമല്ല ഈ പറയുന്ന ഈ മറ്റേ റെട്ടറിക് ഉണ്ടല്ലോ, അവന്മാരെ പാകിസ്ഥാനിലേക്ക് വിടണം, ഹിന്ദു മുസ്ലിം വിഷയമുണ്ടല്ലോ. ഈ അഭിജിത് ദീപ്ക്ക് ഈ ഇൻ്റർവ്യൂവിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്ത് പ്രശ്നം പറയുമ്പോഴും ഈ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് BJPക്കാർക്ക് തന്നെ മടുത്തു തുടങ്ങി. കാരണം ഒരു മുസ്ലിമിന് വേദന ഉണ്ടാകുമ്പോൾ ഈ വോട്ട് ബാങ്ക് സന്തോഷിക്കും എന്നാണ് മോദി വിചാരിക്കുന്നത്. അങ്ങനെ സന്തോഷിക്കുന്നില്ല. ആ സന്തോഷത്തിന് അല്പായുസേ ഉള്ളൂ. അത് കുറേ കഴിയുമ്പോൾ ആൾക്ക് അത് മടുക്കും ആ റെട്ടറിക്ക്. കാരണം 2014 മുമ്പ് മോദി പ്രൈം മിനിസ്റ്റർ ക്യാമ്പയിനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് 2026 പറയുന്നത്. അത് സത്യമാണ്. അഭിജിത് ദീപ്ക്കെ പറയുന്ന കാര്യം സത്യമാണ്. 2014 മുമ്പ് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്? UPA മൊത്തം കള്ളന്മാരാണ്, കോൺഗ്രസ് രാജ്യം കട്ടുമുടിച്ചു, ആകെ മൊത്തം ഇവന്മാരാണ് ഭരിച്ച് കുളമാക്കിയത്, ഇവന്മാർ മറ്റവന്മാരാണ്, ഇതൊക്കെ ഇതേ കാര്യമല്ല ഇപ്പോഴും പറയുന്നത്. പുതിയൊരു കാര്യം എന്താണ് പറയുന്നത്? ഇപ്പോൾ രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ ഒരു കാര്യവും പുതുത് പറയുന്നില്ല എന്ന് മാത്രമല്ല, നെഹ്റുവിനെ കുറ്റം പറയുന്നു, കോൺഗ്രസിനെ കുറ്റം പറയുന്നു, മുഗളന്മാരെ കുറ്റം പറയുന്നു, മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു. ഇത് കുറേ കഴിയുമ്പോൾ ആൾക്ക് മടുക്കും. അതിൻ്റെ ലോജിക്ക് ചിന്തിക്കുന്നുള്ളതല്ല, ഇത് കേട്ട് ഈ റട്ടറി കേട്ട് മടുക്കും. എന്ത് മാറ്റമാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്ത് ഏത് വിഷയത്തിലാണ് ഗുണപരമായ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ, BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആൾ പറയും ഗൂഗിൾ പേ വന്നു, ഒരു വലിയൊരു മാറ്റമാണ്. കാരണം മുമ്പ് നോട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പേഴ്സിൽ പൈസ ഇരിക്കുമായിരുന്നു, ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇരിക്കില്ല ഈ സാധനം ഒന്നുകൂടി. അതാണ് ഗുണപരമായ മാറ്റം. വേറെ പിന്നെ കുറച്ച് ഹൈവേ പണിതിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ ഹൈവേകൾ അങ്ങനെ തന്നെ തകർന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ടിയർ ഗ്യാസ് എറിയാണ് സമരക്കാർക്ക് വരെ. ഈ സമരക്കാർ ഈ ടിയർ ഗ്യാസ് എറിയുമ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടെയുള്ള ഗട്ടറിലെ വെള്ളത്തിലേക്ക് ഗ്യാസ് കൊണ്ടുവരും. അപ്പോൾ നിതിൻ ഗഡ്കരിക്ക് ആദ്യമായി നന്ദി പറയുന്നു എന്നൊക്കെയാണ് ആളുടെ കമൻറ്റ്. ഭയങ്കര രസമാണത്. അപ്പോൾ ഈ രാജ്യത്ത് 12 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. ഒരു വ്യാഴവട്ടക്കാലം ഒരു പ്രധാനമന്ത്രി ഭരിച്ചിട്ട് എന്ത് മാറ്റം കൊണ്ടുവന്നൊരു സാധാരണ ഒരാൾ ചിന്തിക്കുകയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഒരു അസംതൃപ്തി BJP വോട്ട് ബാങ്കിലുണ്ട്. അത് റിയലാണ്. ഇനി സംഘപരിവാർ എക്കോസിസ്റ്റത്തിൽ തന്നെ മോദിക്കെതിരായിട്ടുള്ള വോക്കൽ ആയിട്ടുള്ള ആളുകൾ പുറത്തു വരികയാണ്. മോദി പറ്റില്ല, അവർ ഹിന്ദുത്വവാദികൾ തന്നെയാണ്, അവർ ഈ പറയുന്ന പോലെ ഇമാരെയൊക്കെ പാകിസ്ഥാനിലേക്ക് വിടണമെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ്, ഹിന്ദു ഖത്തരമേ വാദക്കാരാണ്. അവരുടെ വാദം എന്ന് വെച്ചാൽ മോദിയാണ് ഹിന്ദുക്കളെ ഖത്തരയിലാക്കിയത്, അപകടത്തിലാക്കിയതെന്നാണ് പറയുന്നത്.
മോദി ഹിന്ദു വിരുദ്ധനാണെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചലനങ്ങൾ ഇതുകൊണ്ടും നാളെ വിപ്ലവം ഉണ്ടാവും, ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാവും, നേപ്പാളിലെ പോലെ റെജീം ചേഞ്ച് വരും, റിപ്പബ്ലിക് TV ആശങ്കിക്കുന്ന പോലെ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതൊരു സൂചനയാണ്. ഈ സൂചന യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിന് കൂടിയുള്ള സൂചനയാണ്. ആ സൂചന അതെന്താണ്, ആ മെസ്സേജ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് അറിയാം, രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസ് എന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിക്കും അതിൻ്റെ പാർട്ടി ശരീരത്തിനും അത് മനസ്സിലാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് അതിനൊരു സൂചനയുണ്ട്. നമ്മൾ കാരണം ഒരു പ്രൊട്ടസ്റ്റിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്നു, 2 മുഖ്യമന്ത്രിമാർ അവിടെ വരുന്നു, MP-മാർ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രക്ഷപ്പെടാനുള്ള ഒരു വഴി. ഈ വഴി എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. പക്ഷേ പ്രതിപക്ഷം മൊത്തത്തിന്, ഇന്ത്യ സഖ്യത്തിന് മൊത്തത്തിന് അത് മനസ്സിലാവുകയും തെരുവിലിറങ്ങുകയും ചെയ്യാതെ അവർക്ക് ഭാവിയില്ല. ഈ സമരം ചെയ്യുന്ന യുവാക്കൾക്ക് ഭാവിയില്ലാത്തതുപോലെ. യെസ്, എന്തായാലും സമരം അങ്ങനെ ശക്തമാകുമ്പോൾ കേന്ദ്ര സർക്കാർ ആശങ്കയിൽ തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ JP നദ്ദ സമരക്കാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആവശ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇന്നിപ്പോൾ JP നദ്ദ ഈ പരിക്കേറ്റ CJP പ്രവർത്തകരെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതെവിടെ വരെ എത്തുമെന്നത് അറിയണം. അതുമാത്രമല്ല ഈ വരും ദിവസങ്ങളിൽ CJP എത്രമാത്രം ചലനമുണ്ടാക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്.